അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയ മഴയായിരുന്നു. അപ്പോൾ ഇന്ന് മഴ നിന്നിട്ടേ ഇല്ല, ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീടിരിക്കുന്ന ടൈമിൽ ജസ്റ്റ് മഴ ചാറുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ടേബിളൊന്ന് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഞാനും. പിന്നെ നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ഷൂട്ടാക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്നതിന് എൻ്റെ മടി സമ്മതിച്ചില്ല ഗൈസ്. എനിക്ക് രാവിലെ എണീച്ചാൽ ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊന്നും എന്താ പറയുക ഷൂട്ടാക്കാത്തത്. അങ്ങനെ പിന്നെ സ്കൂൾ തുറന്നതിന് ശേഷം പിന്നെ ഞാൻ ആകെ ഒരു വീഡിയോ, ഒരു ഷോർട്സ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. പിന്നെ സ്കൂൾ വിട്ടുന്ന ടൈമും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് വീഡിയോയും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. പിന്നെ വെക്കേഷനിൽ നമ്മളെന്നും ഷോർട്സും ഒക്കെ അപ്ലോഡ് ആക്കുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലോങ് വീഡിയോയും നമ്മൾ എന്താ പറയുക അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്കൂൾ തുറന്നപ്പോഴാണ് ഭയങ്കര മടിയായത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ കച്ചറൊന്നുമില്ല, എന്നാലും അവിടെ ചെറിയ ചെറിയ കച്ചറുണ്ടായിരുന്നു. പിന്നെ ഇത് എനിക്കെൻ്റെ താത്ത ഗിഫ്റ്റ് ചെയ്തതാണ് എൻ്റെ ബർത്ത്ഡേക്ക്, റിംഗ് ആൽബം പോലെ. അപ്പോൾ അതാണ് സംഭവം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങൾക്കാട്ടോ നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കുക. അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. കൊടുക്കുന്നതും അതുപോലെ ഇങ്ങോട്ട് കിട്ടുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ചെറിയ സൗണ്ട് ഉണ്ടാകും റെക്കോർഡ് ചെയ്യുമ്പോൾ, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കാം. അപ്പോൾ ഇതാണ്ട് റിങ്ങാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ പറയുക ഒരു ജേർണലിങ്ങൊക്കെ ചെയ്യാൻ വിചാരിച്ചതായിരുന്നു ഇന്ന് വൈകുന്നേരം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെ ഞാൻ അതവിടെ ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ എൻ്റെ പെൻ ഹോൾഡർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് എപ്പോഴും എൻ്റെ പെൻ ഹോൾഡർ നല്ല ഒതുക്കത്തിൽ കാണണം. ഇപ്പം എൻ്റെ ടേബിളിലേക്ക് ഇങ്ങോട്ട് വന്നാലും ഞാൻ ആദ്യം എൻ്റെ പെൻ ഹോൾഡർ ക്ലീൻ ആക്കും കേട്ടോ. ഒരു ദിവസം ഞാൻ കുറേ പ്രാവശ്യം ക്ലീൻ ആക്കുന്നുണ്ടാകും. പിന്നെ ഞാൻ എൻ്റെ ഫെയർ ലൈറ്റും അതുപോലെ ക്യാൻഡിലും അങ്ങനെയൊക്കെ കത്തിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് റിലാക്സ് ആയിരിക്കാൻ വിചാരിച്ചു. പിന്നെ ഈ ഒരു മൂൺ ലാമ്പ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇതിനെ നമുക്ക് പല മൂഡുകളാക്കാൻ പറ്റും. അപ്പോൾ എനിക്കിഷ്ടം ഇങ്ങനെയാണ് കേട്ടോ. അപ്പം അതൊക്കെ കത്തിച്ച് വെച്ചതിന് ശേഷം ഒരു ജേർണലിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാനെല്ലാം സെറ്റാക്കിയിട്ട് എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോറൊക്കെ അടച്ചിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫാക്കി വെച്ചിട്ടാണ് ഞാൻ ജേർണലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം തന്നെ സ്കൂൾ തുറന്ന് പിറ്റേന്ന് രാത്രി ഞാൻ എന്താ പറയുക ഒരു ജേർണലിങ് ചെയ്തിട്ട് പകുതിയൊക്കെ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ഡെസ്കിൻ്റെ അവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ലൈറ്റ് വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആദ്യൊരു ലൈറ്റ് ഉണ്ടായിരുന്നു, അതൊരു ഓറഞ്ച് ലൈറ്റ് ആയിരുന്നു. പിന്നെ അത് വെച്ചിട്ട് അത് കേട് വന്നും ചെയ്തു കേട്ടോ. അതിങ്ങോട്ട് ഇട്ടാൽ പൊട്ടിത്തെറിക്കും, അങ്ങനെ ആ ഒരു അവസ്ഥയിലായി. അപ്പോൾ പിന്നെ നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ടായിട്ടില്ല, അവിടെ വെറുതെ വെച്ചതായിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മളൊരു നോർമൽ ലൈറ്റ് വാങ്ങിയിട്ടു ഗൈസ്. അപ്പോഴാണ് കുറച്ച് സമാധാനം. അല്ല അപ്പം ഈ ഒരു ലൈറ്റ് വെച്ചുകൊണ്ട് നമുക്ക് രാത്രിയൊക്കെ നല്ല സുഖത്തിൽ ഇവിടെ വന്നിരിക്കുക. അല്ലെങ്കിൽ ലൈറ്റ് ഉണ്ടാവില്ല രാത്രി, അപ്പോൾ ഭയങ്കര ഇതാണ്. അപ്പോൾ ഇതുപോലെ ക്യാൻഡിലൊക്കെ കത്തി ചെയ്യാനുണ്ടെങ്കിൽ രാത്രി രസമാണ്, പക്ഷെ എന്നാലും നമുക്കൊരു ലൈറ്റ് വേണമല്ലോ. അങ്ങനെ അപ്പോൾ പറഞ്ഞ ജേർണലിങ്ങൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു കുഴപ്പമില്ല, എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ജേർണലിങ് ചെയ്തുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ പേന ചെറുതായിട്ട് ലീക്ക് കുടിച്ച പോലെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ടാബിൻ്റെ അടിഭാഗം നല്ല രസത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. കുറേ ഞാൻ ക്ലീൻ ചെയ്ത്, സാധാരണ എപ്പോഴും ഞാൻ ക്ലീൻ ചെയ്യുന്നതാണ്. പിന്നെ ഈ ടേബിൾ കാണുന്ന ബുക്ക് ഹോൾഡറിലായിരുന്നു എൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ബുക്ക് ഹോൾഡർ ഇപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ടേബിളിമൊക്കെ തന്നെ ആക്കിയതുകൊണ്ട് അതിലത്തെ സാധനങ്ങളൊക്കെ ഞാൻ പരത്തിയിട്ടതായിരുന്നു. അപ്പോൾ ഞാൻ ക്ലീൻ ആക്കാൻ വിചാരിച്ചു. എൻ്റെ ഷോക്സ് ഞാൻ തണുപ്പായതുകൊണ്ട് ഇതാണ് കേട്ടോ. പിന്നെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ അപ്പോഴും മഴ നിന്നിട്ടില്ല. പിന്നെ ഞാൻ നേരെ അടിയിലോട്ട് പോവുകയാണ് ചെയ്ത്. പിന്നെ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ എൻ്റെ താത്താൻ്റെ കളക്ഷൻസാണ് കൈ. സോക്ക് ജേർണലിങ് ചെയ്യാനും പിന്നെ ഒരു കളറിംഗ് ബുക്കും എൻ്റെ താത്താൻ്റെ തന്നെയാണ്. എന്താ പറയുക, നല്ല രസമില്ല ഇത് കളർ ചെയ്യാൻ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 4 പീസായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളത് കഴിച്ചു. പിന്നെ ഈ ഒരു ക്ലിപ്പ് നമ്മൾ വലിയ പെരുന്നാൾ കഴിഞ്ഞില്ല, അതിൻ്റെ പിറ്റേന്ന് എടുത്താണ്. അപ്പോൾ ഏതായാലും നമ്മളിങ്ങനെ എടുത്തല്ല, അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതിൽ ആഡാക്കാമെന്ന്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കുക്കിംഗ് പറയുമ്പോൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇപ്പം ഇങ്ങനെ ഓരോ ഫ്രൈ ആക്കുന്നത്, അതുപോലെ എന്താ പറയുക ഈ പാൻ കേക്ക് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അപ്പോൾ ഞാൻ തന്നെ ചില റെസിപ്പീസ് ഒറ്റയ്ക്ക് ഐ മീൻ ഞാൻ പുതിയ ഓരോ റെസിപ്പീസൊക്കെ കണ്ടുപിടിച്ചും. അപ്പോൾ ഞാൻ ഒരു ദിവസം ഇവിടെ പഴം കൊടുന്നപ്പോൾ വെറുതെ എനിക്ക് വിശന്നപ്പോൾ ഞാൻ ജസ്റ്റ് പഴം എടുത്തിട്ട് ഒരു സംഭവം കുറച്ച് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു കേക്ക് പാൻ കേക്കൊക്കെ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുണ്ടാക്കി വന്നപ്പോൾ എനിക്കെല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ എപ്പോൾ പഴം കിട്ടിയാലും ഞാൻ അതുണ്ടാക്കും കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് ഹണിയും കൂടി കൂട്ടിയാലും ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതാണ് ഇപ്പോൾ എൻ്റെ പണി. ഇവിടെ പഴം കൊടുന്നാൽ എൻ്റെ പണി അതാണ്, അതുണ്ടാക്കുക. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കുക്കിങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ സോയാബീനിൽ കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ഇതാക്കിയതിന് ശേഷം ഇതുപോലെ എന്താ പറയുക മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ആക്കാനായിട്ട് വെക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇനി നമുക്ക് സോയാബീൻ ഇതതുപോലെ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ആരും എന്നെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഉണ്ട് എനിക്ക്. ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ മാത്രം അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ. എല്ലാതും ഇൻ്റെ ഒരു അളവിന് അങ്ങനെ ഇടണം, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇനി ഞാനിതാ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ പിന്നെ സോസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ഈവനിങ് വ്ളോഗൊക്കെ എടുത്തില്ലേ, അതിൻ്റെ പിറ്റേ ദിവസമാണ്. അന്ന് എനിക്ക് കുറച്ച് ഈ ഒരു പൂവ് കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല സ്മെല്ലല്ലേ ഇതിന്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ബൊക്ക പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫൈനലി ഞാൻ ബൊക്ക ഫുൾ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. സോ ബൈ.